നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. പരമ്പരാഗതമായി രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു രാഷ്ട്രീയം എനിക്കുണ്ട്. എൻ്റെ രാഷ്ട്രീയം ചോദിക്കുന്നവരോടാണ്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. പരമ്പരാഗതമായി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന, ഹൃദയത്തിൽ ആവാഹിച്ച ഒരു രാഷ്ട്രീയം എനിക്കുണ്ട്. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്. നെഞ്ചുപൊട്ടി ചോര തുപ്പി രാഹുൽ ഗാന്ധി സിന്ദാബാദ് എന്ന് വിളിക്കുവാൻ തോന്നുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം ഭാരതത്തിൻ്റെ ഭൂമികയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർമ്മാർജ്ജനം ചെയ്യണം എന്നാഗ്രഹിച്ചവർക്ക് അതൊരിക്കലും സാധ്യമല്ല എന്ന് ജനങ്ങൾ കൊടുത്ത വിധിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം കോൺഗ്രസ്സിന് മാത്രം തിരിച്ചു വരുവാൻ കഴിയുന്ന ഒരു തിരിച്ചുവരവാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രഭൂമികയിൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈ പ്രസ്ഥാനത്തെ BJP പ്രതിദാനം ചെയ്യുന്ന ഫാസിസ്റ്റ് ഭരണകൂടം വരിഞ്ഞു മുറുകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ചിലവഴിക്കേണ്ടെന്ന സോഴ്സുകൾ, പണം കിട്ടുന്ന എല്ലാ വഴികളും അടച്ചു കളഞ്ഞിരുന്നു. ഇ ഡിയെ വിട്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിരന്തരം വേട്ടയാടിയിരുന്നു. 24-48 മണിക്കൂറുകൾ നിരന്തരം EDയുടെ കസ്റ്റഡിയിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്ന യാതൊരു നടപടികളും ഫാസിസ്റ്റ് ഭരണകൂടങ്ങളിൽ നിന്നുണ്ടായില്ല. കോൺഗ്രസ് നിർമ്മാർജ്ജനം ചെയ്താൽ മാത്രമേ RSS പ്രതിദാനം ചെയ്യുന്ന ഹൈന്ദവ രാഷ്ട്രം ഇന്ത്യയിൽ സ്ഥാപിക്കുവാൻ പറ്റൂ എന്ന തിരിച്ചറിവിൽ നിന്ന് കോൺഗ്രസിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ഉദ്ദേശവുമായി മുന്നിട്ടിറങ്ങിയ സംഘപരിവാര ശക്തികളെ അടിപടലം പരാജയപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ BJP ഉയർത്തിവിട്ട ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായ ഫൈസലാബാദ്, ശ്രീരാമക്ഷേത്രം നൽകുന്ന ഫൈസലാബാദിൽ വരെ BJP പരാജയപ്പെട്ടു. നരേന്ദ്രമോദി എന്ന BJPയുടെ അപ്രമാദിതനായ നേതാവ് വാരണാസിയിൽ അജയ് റായി എന്ന കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റിനോട് വളരെ നേരം പിന്നിലായിരുന്നു. 1.5 ലക്ഷം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം അവിടെ വിജയിച്ചത്. ഭാരതത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ ഹൃദയഭൂമിയിൽ UPയിൽ BJP പിന്നിലാക്കപ്പെട്ടു. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിൻ്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു. ഒരുപക്ഷെ ഭാരതത്തിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല ഇലക്ഷനിൽ. പക്ഷേ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നതിനേക്കാൾ രാഹുൽ ഗാന്ധി എന്ന നേതാവ് സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്, ഭാരതത്തിൻ്റെ ഭരണഘടന. യൂറോപ്യനേക്കാൾ വെളുത്തവനും ആഫ്രിക്കക്കാരനേക്കാൾ കറുത്തവനുമുള്ള അത്രമേൽ വ്യത്യസ്ത നിറഞ്ഞ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനുമൊക്കെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഭാരതത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നുപോലെ ഉൾക്കൊണ്ടുപോകുന്ന ഭാരതത്തിൻ്റെ ഭരണഘടന അതുപോലെ നിലനിന്ന് കാണുവാനാണ് കോൺഗ്രസ് ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകിയത്. അധികാരത്തിൽ വരുന്നതിനേക്കാളേറെ കോൺഗ്രസ് ഇങ്ങനെയൊരു കാര്യത്തിനാണ് പ്രാമുഖ്യം നൽകിയത്. അക്കാര്യത്തിൽ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി വിജയിച്ചിട്ടുണ്ട്, പാർട്ടി അധികാരത്തിൽ വന്നില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഭൂമികയിൽ അങ്ങോളം ഇങ്ങോളം രാഹുൽ ഗാന്ധി കൊണ്ട മഞ്ഞും വെയിലുമാണ് ഇന്ത്യയിലെ ഭരണഘടന ഇങ്ങനെ നിലനിന്ന് പോകുന്നതിന് കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചോര തുപ്പി നെഞ്ചുപൊട്ടി ഞങ്ങൾ വിളിക്കട്ടെ രാഹുൽ ഗാന്ധി സിന്ദാബാദ്.